അധ്യാത്മരാമായണ പാരായണം 26-ാം ദിവസം. യുദ്ധത്തിന് രാവണന്റെ പുറപ്പാട്. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക, നമ്മുടെ തേരും വരുത്തുകയെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിന. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാചികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ, ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടി പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാ ഗോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെ ഒക്കെ പുരോത്ഭൂയി കൊണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു. നേത്രാന്ത സംജ്ഞയാമന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണിടോ, ചൊല്ലേണം എന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിന. ബാണചാപത്തോടു ബാലാർക്കകാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവതുന്നത നേറ്റം മഹോദരൻ മന്നവ വാജിമേലേറി പരികം തിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. രാവണാന്തൻ മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംബൻ പരിഖായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണൻ അവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവ ചൊല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ
പോരും ഇവരോടു ശക്തിയില്ലായ്കയിലും ഇല്ലതിന്നേതുമേ ഏവം നിയോഗിച്ച നേര നിശാചരനേവരും ചെന്നു ലങ്കാപുരം മേവിന വൃന്ദാരകാരാതി രാവണൻ വാനരവൃന്ദത്തേതു തള്ളിവിട്ടിടിന. വാനരേന്ദ്രന്മാരഭയം തരികുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരഞ്ഞിടിന. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യതനയനും പോരിനൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോടും പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരുന്നിടിന. മനവൻ താനുമരുൾ ചെയ്തതന്നേരം വൃത്രാരിയും പോരിൽ വിസ്തൃസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാ വാളുമുണ്ടായുദ്ധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിന. ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിന. ആർത്തനാ വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞിതു രക്ഷോവരനോടു മാരുതി പുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമാ മറ്റുമുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കപികുലത്താലടോ. നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നരെ എന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനിടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ. കഭീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ. ദശകണ്ഠനും പിന്നെയുണർന്നു ചൊന്നാൻ അവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മ എന്തായതെന്നെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ. മൃത്യു വന്നില്ല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനന്നേരം കുതികൊണ്ടു രാവണന്മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനേതുടൻ തള്ളിവിട്ടിടിന. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. വില്ലുമുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണനല്ലിൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നെ മാറിൽ അമ്മാറു ചാട്ടിയിടിന. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിന. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതു. രാഘവൻ തന്നെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതു. രാവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ
ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തു കൊണ്ടാദരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിന. മാറും പിരിഞ്ഞു ദശമുഖം കയ്യിലമ്മാറു പുക്കു മയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിന. ഗന്ധവാത്മജൻ വന്നിച്ചു ചൊല്ലിന, പങ്ക്തിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളി കൊൽക. കൊണ്ടതയെന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നതു കേട്ടു രഘൂത്തമനാരുഹ്യ തൽക്കണ്ഠദേശേ വിളങ്ങിന. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ, നിന്നെ എടുത്തു കാൺമാൻ കൊതിച്ചേന്തുലോ. ഇന്നതിനാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുമ്പിലെ രക്ഷണം നില്ലുനേ എന്നരുൾ ചെയ്തു. ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊപ്പമെയ്താൻ ദശഭക്തനും. ഘോരമായി വന്നിതു പോരുമന്നേരത്തു വാരാനിധിയും ഇളകി മറയുന്നു. മാരുതി തന്നെയും ഏതു മുറിച്ചിതു ശൂരനായോരു നിശാചരനായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റന്നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലെ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം. രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിന. സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂഢ താപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മനസ്സേ. പോയാലും ഇന്നു ഭയപ്പെടായതുമേ. നീ ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരും പെട്ടു കൊണ്ടായോധനത്തിനു നാളെ വരണം നീ. കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിയെത്തുലോ. വേഭുതഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണബാണാവിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിന. രാത്രിഞ്ചരീന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തകളോർത്തു ചൊല്ലിയിടിന. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകാരാതെയും നഷ്ടമാ വന്നിതൊടുങ്ങി സുകൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനുമനാരണ്യ ഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജമ്പാരി മുമ്പ നിമ്പിലവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടത പോബലം പൂണ്ടു പാദ്യവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നു കൂടാ എന്നു
നിർണയം ചിന്തിച്ചു കാൺമിൻ. നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോൽ. 6 മാസം കഴിഞ്ഞെന്നേയുണർന്നീടും ആറില്ല മുന്നമുറങ്ങിയിട്ടവനും. 9 നാളെയെ കഴിഞ്ഞുള്ളൂ നിങ്ങളമ്പോണുണർത്തുവിൻ. വല്ല പ്രകാരവും രാക്ഷസ രാജനിയോഗേനെ ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനന്ദ ദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനതേർ കാലാ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിന കുംഭകർണ ശ്രവണാന്തരെ. പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജംബാസമാരംഭമോടും ഉണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മധ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലന്നെഴുന്നേറ്റിരുന്നിടിന. ക്രവ്യങ്ങളാദിയാ മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തന ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിന. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിന. ഗാഢമായ ലിംഗനം ചെയ്തിരുത്തിനാനുടമോദം നിജസോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ. സോദരി തന്നെ നാസാകുചങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ. ശ്രീരാമലക്ഷ്മണന്മാരെന്നറിയാതെ കണ്ടാരാമസീം നീ കൊണ്ടെന്നു വെച്ചിടിനേൻ. വാരിതയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എഴുതുമുറിച്ചാൻ. ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും. നന്നെത്രയും നല്ലതേ നല്ലുകേ. നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകിന്നിങ്ങനെ സോദരൻ ചൊന്നാനതിന്നു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നോർത്തു നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥപുരുഷകാരാദി ഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പഥ്യം പറയുമാമത്യനുണ്ടെങ്കിലോ
ഭർത്തൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരു അമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരും. മാറു പറഞ്ഞതുകൊണ്ടന്വഹമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും. മൂഢരായുള്ളൊരാമാത്യജനങ്ങളിൽ നല്ലതു കാകോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നില്ലല്ലോ. മൂഢരാ മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോ. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാതി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തിൽ പെടുന്ന വെളിശം ഗ്രസിക്കയാൻ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതവണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞോനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്ത് ഒഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നതറിഞ്ഞിരിക്കബലാൽ ചൊല്ലുമൊന്നിങ്കലൊരുത്തനും അഭിരുചി പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതുമതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കി കൊണ്ടിരിപ്പവനുണ്ടോ? ജഗത്തിങ്കലാരാനുമോർക്ക നീ മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വരൻ കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നതു യോഗമായ ദേവിയും ചേതസീ നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ. മുന്നമേ എന്തോ തോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായ യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോടു സാദരം ചൊന്നാൻ അനുദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരാ ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവശന വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യ പുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നത് എങ്ങുമിരിക്കരുതാതെ ചമഞ്ഞതു മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുഗ്ധം വിരിഞ്ചന മുന്നേമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനെ സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാ ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തിൽ തീർത്തിടുവാൻ ഇത്ര ലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനെ മംഗള
നിഷ്ഫലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ, കോമളൻ ഇന്നീവരൻ ദളശ്യാമളൻ, മായ മനുഷ്യവേഷം പൂണ്ട രാമനേ. കായേന വാച മനസാ ഭജിക്കനീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമതാവടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളം ഉണ്ടവതാരങ്ങൾ പങ്കജനേത്രന വിഷ്ണുവിനെങ്കിലും സംഖ്യാവതം മതം ചൊല്ലുമവൻ. നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ. നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷകാരനാ രാമനാകുന്നതും. താരക ബ്രഹ്മമെന്നെത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജന ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളിന്നിതു സന്തതം. ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനാത്മന കണ്ടു കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കുന്നതന്വഹം. മായാ വിമൂഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾകാനന്ദമൂർത്തിയെ. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾകാനന്ദമൂർത്തിയെ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാ. ജ്ഞാനോപദേശമിനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാ. ആമിങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരീകനീ. അഗ്രജൻ വാക്കുകളിത്തരം കേട്ടള ഉഗ്രനാ. കുംഭകർണൻ നടന്നീടിന വ്യഗ്രവും കൈവിട്ടു യുദ്ധേരകൂത്തമൻ. നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുംഗശൈലജ ആകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൻ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു. വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘൂത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിന. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവന് ആവതില്ലാർക്കുമേറ്റാ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിന. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭക്തിമാൻ
പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവം ആവോളും അപേക്ഷിച്ചാൽ ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു. സീതാപതിയെ ശരണമായി പ്രാപിച്ച് ഇത്തം വിഭീഷണൻ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടിപ്പറഞ്ഞതു, ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മായാമയമിപ്രപഞ്ചെല്ലാമിനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിയിടിന. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശന ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാ മർക്കടവീരരെ ക്രൂധനായൊക്കെ മുടിച്ചു തുടങ്ങിന. പേടിച്ചെടുത്തു കൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ. നാനാദിഗന്ധരെ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നോരലക്ഷണാൽ. മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനായി ശൂലമെടുത്തതു കൊണ്ടതേ വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും ഊക്കോടടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു ദിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രസാദം ഏറി നിന്നാരൂഢമോദം. പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാലാലസ്യമാശു തീർന്നിടുവാനാദരാ. മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൾക്കടരോഷേണ മൂക്കും ചെവികളും ദന്ത നഖങ്ങളെ കൊണ്ടു പറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോനാനതിദ്രുതം. ക്രോധവുമേറ്റ അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരഭാഗഗണം പൊഴിച്ചിടിന. 100,000 മാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയും ഉപേക്ഷിച്ചു സത്വരൻ. രാഘവൻ തന്നൊടുത്തു താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണെ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിന. ഭദ്രകോപത്തോടലറിയെടുത്തിതു നക്തഞ്ചരാധിപൻ. പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പു കൊണ്ടു തങ്കപാദങ്ങളും മുറിച്ചിടിന. വക്തവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ. വൃത്താരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രം ഏതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്താരിധാനം തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം
മുറിഞ്ഞബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യയക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരച്ചാരണ കിംപുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിന ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോൾ അവതരിച്ചിടിന. രാമം ദശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദപി രാമ രാമാത്മരാമ ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിന. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ. ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തി പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരന ശുദ്ധതത്വജ്ഞരായ ജ്ഞാനസ്വരൂപന സത്യസ്വരൂപന സർവലോകേശന സത്വങ്ങളിലുള്ളേ ജീവസ്വരൂപന സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായതി സ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിത്കനാത്മാവായി ശിവാനായി നിരേഹന. ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാ വിധാവാതരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു. നിത്യവും പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തിപ്രിയന പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിന തൊൽബോധമുണ്ടായി വരുകയുമില്ലല്ലോ. തൊൽപാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗത്പദേ. കോപകാമദ്വേഷ മത്സര കാർബണ്യ ലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. തൊൽക്കഥാപീയൂഷ പാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘാനിനാഥനെ
അവനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. മാനവവീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേനെ പോയി മറഞ്ഞിടിനാൻ അന്നേരം. രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേനെ പോയി മറഞ്ഞിടിനന്നേരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.